പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാം. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, ശമാശൻ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നാളെ ശനിയാഴ്ച ധ്യാനം ഉള്ളതുകൊണ്ട് ലാസറിനെ ഉയർപ്പിച്ചതിനെക്കുറിച്ച് അന്നേരം ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നലെ നാം ചിന്തിച്ചതായ കർത്താവിനുണ്ടായ പ്രലോഭനങ്ങളെക്കുറിച്ചുള്ള ബാക്കി ഭാഗം കൂടെ ഇപ്പോൾ അല്പസമയം കൊണ്ട് പറയാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. 3 പ്രലോഭനങ്ങളാണ് കർത്താവിന് ഉണ്ടായത്. ഇതിനുമ്പോഴത്തെ ആമുഖം പറയേണ്ടതല്ല, ഇന്നലെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. താവായ ദൈവമായുള്ള സംസർഗത്തിന് 40 ദിവസത്തിന് ശേഷം ശാരീരികമായി വിശപ്പുണ്ടായപ്പോൾ സ്വാഭാവികമായും മനുഷ്യനെ അടിമപ്പെടുത്താൻ പറ്റിയതായ ഒരു മാർഗമാണ് വിശപ്പും ദാഹവും. അതുകൊണ്ടാണ് സാത്താൻ അത് ബുദ്ധിപൂർവ്വം ആലോചിച്ച്, അവൻ നമ്മളെക്കാളും ബുദ്ധിയായിട്ടാണ് പെരുമാറാറുള്ളൂ. അവൻ വന്ന് പറയുന്നു, ഈ കല്ലുകൾ അപ്പമാകുവാൻ പറയുന്നു. ജോഷാച്ചൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പം പോലെ ആകൃതിയുള്ള കല്ലുകളാണെന്നാണ് പറയുന്നത്. അത് കണ്ടാൽ അപ്പം എന്ന് തോന്നിപ്പോവും. അത് അപ്പമാക്കിയെടുത്ത് കഴിക്കുവാൻ ശക്തി പ്രാപിച്ചവനല്ലേ നീ? അതുകൊണ്ട് നീ ഇത് അപ്പമാക്കി കഴിക്കുക എന്നാണ് കർത്താവിനോട് ചോദിക്കുന്നത്. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത്. നമ്മളുടെയും ജീവിതത്തിൽ ആത്മീയമായി അടുത്ത് വരുമ്പോൾ പരീക്ഷണങ്ങൾ നമ്മെ സമീപിക്കുന്നത് നമ്മുടെ ബലവും ശക്തിയും മനസ്സിലാക്കിയായിരിക്കുന്നത് ഒന്നാമത് അറിയേണ്ടതുണ്ട് അതിനെക്കുറിച്ച്. രണ്ടാമതായിട്ട് നാം ഓർക്കേണ്ട ഒരു വലിയ പ്രധാന കാര്യം, നമുക്ക് കിട്ടുന്ന ശക്തിയും ബലവും ഒക്കെ നമുക്ക് തന്നെയല്ല ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പലരും ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവനവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് പോരെ മറ്റുള്ളവൻ്റെ. അങ്ങനെയല്ല. കർത്താവിന് വിശന്നു, അത് കഴിയുമ്പോൾ അത് കഷ്ണം കഴിച്ചിട്ട് പിന്നെ പോരെ. അത് നമ്മെ കൊടുക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഞങ്ങളെയൊക്കെ കൊടുക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങൾക്കുള്ള പദവിയും ഞങ്ങൾക്കുള്ള അവകാശവും. ഇപ്പം പദവി ഉണ്ടോയെന്ന് ഏതിലേ അറിയുള്ളൂ. എല്ലാം വാട്സാപ്പിലും നവമാധ്യമങ്ങളിലൊക്കെ ചവിട്ടി തൂക്കുന്ന കാഴ്ച കാണുന്നത്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഇതൊക്കെ സ്വന്തം ആവശ്യത്തിന്, ഞങ്ങൾക്ക് കിട്ടുന്ന പണവും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകിച്ച് ഓർക്കണം. കർത്താവിൻ്റെ ഈ പ്രലോഭനത്തിൽ നിന്ന് കർത്താവ് രക്ഷപ്പെട്ടത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് ഞാൻ തിരുമേനി പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞിരിക്കേണ്ട, നിങ്ങൾക്കും ഇത് ബാധകമാണ്. മൂന്നാമത്തെ കാര്യം, ഞാൻ കമ്പിവാചകത്തിലെല്ലാം പറഞ്ഞു പോവുകയാണ്. മൂന്നാമത്തെ കാര്യം, ക്രിസ്തു വന്നാൽ സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകുമെന്നും സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുമെന്നും ഭക്ഷണവും അപ്പവും വീഞ്ഞും സമൃദ്ധിയായിരിക്കുമെന്ന് കരുതിയ ഒരു സമൂഹമായിരുന്നു. അങ്ങനെ കരുതാൻ കാരണം ചില പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ വായിച്ച വേദപുസ്തകത്തിൽ അത് കിട്ടും. ക്രിസ്തു വന്നാൽ ഇതെല്ലാം സമൃദ്ധിയാണ്. നമ്മുടെ ഇടയിൽ അങ്ങനെ സമൃദ്ധിയായി പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് അവൻ കണ്ടില്ലേ, അവൻ ഭാഗ്യവാനാണ്, അവൻ എന്തോരം നല്ല നിലയിലാണ്. ഒരു പാവപ്പെട്ടവൻ അങ്ങനെയല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആ ചിന്താഗതി തെറ്റാണ്. പണമുണ്ടായതുകൊണ്ടും പ്രതാപം ഉണ്ടായതുകൊണ്ടും എന്തെങ്കിലും ആയി എന്ന് ചിന്തിക്കുന്നത് തെറ്റാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. പണവും പ്രതാപവും സ്ഥാനവും മഹിമയും ഒക്കെ നമ്മെ എവിടെയും കൊണ്ടെത്തിക്കുകയില്ല എന്നുള്ളത്. അപ്പം ക്രിസ്തു വന്നാൽ ഇത് ലഭിക്കുമെന്നാണ്. അതിന് ഉദാഹരണം വിശുദ്ധ യോഹന്നാൻ 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോൾ അവിടുത്തുകാരെല്ലാവരും കൂടി കർത്താവിനെ ക്രിസ്തുവായിട്ട് അവരോധിക്കാൻ ഒരുങ്ങി. ക്രിസ്തു സമ്മതിക്കുന്നില്ല, എന്നിട്ട് നിർബന്ധിച്ച് അവനെ രാജാവാക്കാനായിട്ട് പോവുകയാണ്. ഇത് ക്രിസ്തു വന്നാൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ള ഒരു ചിന്താഗതി അന്നുണ്ടായിരുന്നു. 4-ാമത് അതിനെക്കുറിച്ച് പറയുന്നത്, ജഡാഭിലാഷം നിറവേറ്റുവാൻ പ്രലോഭനം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അന്നേരം നാം ഓർക്കേണ്ടത്, നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതിനെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. 2-ാമത്തെ പ്രലോഭനമാണ് പ്രധാനപ്പെട്ടത്,
450 അടിയുണ്ടെന്നാണ് പറയുന്നത്. യെരുശലേം ദേവാലയത്തിൻ്റെ നമ്മൾ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ മുഖവാരം. അതിൻ്റെ മണ്ടയിൽ കയറി നിന്നും അവിടെ നിന്നേച്ച് പറഞ്ഞു, ഇവിടുന്ന് ചാടിക്കൂ. 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, കാൽ കല്ലിൽ തട്ടാതെ വണ്ണം അവൻ നിന്നെ താങ്ങിക്കൊള്ളും. പക്ഷെ അവിടെ സങ്കീർത്തകൻ പറയുന്നത് മിശിഹായെക്കുറിച്ചല്ല. നീതിമാനായ മനുഷ്യന് കഷ്ടപ്പാടുണ്ടായാലും പ്രയാസമുണ്ടായാലും നിലം പരിശാകില്ല എന്ന് വേറൊരു സങ്കീർത്തനമുണ്ട്. ഇവിടെ പറയുന്നത് അവരെക്കുറിച്ചാണ് പറയുന്നത്. നീതിമാനായ ഒരുത്തനെ ആരൊക്കെ തജ്ഞനം ചെയ്യുവാനും ആരൊക്കെ തകർത്ത് കളയാനും നിശ്ചയിച്ചാലും ദൈവം കാത്തുകൊള്ളുമെന്നാണ്. അവിടെ പിശാച് കുറേ വാക്കുകളൊക്കെ വിട്ടിട്ടുണ്ട്. അവിടെ കർത്താവ് പറഞ്ഞതിന് മറുപടിയായിട്ട് വേദപുസ്തകം ഉച്ചരിച്ചെങ്കിലും വേദപുസ്തകത്തിലെ ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ടാണ് അവൻ പറയുന്നത്. ആ മുഴുവൻ പറഞ്ഞില്ല. സാത്താൻ പറഞ്ഞപ്പോൾ സാത്താൻ്റെ ജോലി അതാണല്ലോ, കൃത്യമായും നിശ്ചയമായുള്ള കാര്യങ്ങൾ പറയില്ലല്ലോ. അപ്പോൾ കർത്താവ് അതിനെ ശക്തമായി തന്നെ നേരിടുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അവിടെ കർത്താവ് അന്നേരം ചാടിയിരുന്നെങ്കിൽ ഒരു ഗുണമുണ്ടായിരുന്നു. ഇനി 450 അടി ഉയരത്തിൽ നിന്ന് ചാടി പെരുന്നാൾ കാലങ്ങളിലാണ് എന്ന് ചില വേദപുസ്തക പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പം പെരുന്നാൾ കാലങ്ങളിൽ ജനങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുന്ന സമയം മാത്രം പോരാ, അവിടെ മതപണ്ഡിതന്മാരുണ്ട്, മത നേതാക്കളുണ്ട്. ഇവരെല്ലാം ഉള്ള സമയത്താണ്. അവിടുന്ന് ചാടിയിട്ട് കാലിനൊന്നും പറ്റിയില്ലല്ലോ. ഇപ്പം നമ്മളുടെ പല ആത്മീയക്കാർക്കും പറ്റുന്ന ഒരു കുഴപ്പമാണ്. ഞാൻ ആരെയും പ്രത്യേകിച്ച് കുറ്റം പറയുന്നില്ല. അല്പം വെട്ടവും വെളിച്ചവും ആത്മീയ തേജസ്സും ഉണ്ടായിക്കഴിഞ്ഞാൽ സംതിങ് ആണെന്ന് വിചാരിക്കുകയും ആത്മീയമായി എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്ന് അവർ പരസ്യം ചെയ്യുകയും ചെയ്യും. അതോടുകൂടി പിശാചിന് അടിമപ്പെട്ടു. ഇവിടെ കർത്താവ് അത് സമ്മതിച്ചില്ല. കർത്താവ് അവനെ മാറ്റിക്കളയുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം നാം പ്രത്യേകിച്ച് പറഞ്ഞു. കാരണമുണ്ട്. അവനെ ഇരുത്തി ചാടിക്കഴിഞ്ഞിട്ട് കർത്താവിനെ രണ്ടാമത് രക്ഷിക്കാൻ വന്നത് ആദ്യം ആദാമിനെ തോൽപ്പിച്ചതുപോലെ കർത്താവിനെ തോൽപ്പിക്കാൻ കഴിയും, മനുഷ്യത്വത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായി. പക്ഷേ കർത്താവ് വന്നത് ഉൽപ്പത്തി 3:15 പൂർത്തീകരണത്തിന്. അവിടെ എന്താ പൂർത്തീകരണം നിങ്ങൾക്കറിയാമല്ലോ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. മറുവശവും പറയുന്നുണ്ട്, സർപ്പത്തിൻ്റെ സന്തതി സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ തകർക്കും. 50 നോമ്പൊക്കെ ഭംഗിയായി നോക്കിയിട്ട് അവസാനം വീടുന്ന ദിവസം കുഴമർച്ചിലുണ്ടാക്കിയാൽ സർപ്പം വന്ന് കുതികാൽ കടിക്കും. അത് കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. നാം ദൈവത്തിൽ നകലുമ്പോൾ സർപ്പം നമ്മുടെ കുതികാൽ തകർക്കും. സർപ്പത്തിന്മേലും അണുമേലും ചവിട്ടുമെന്ന് 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല. അതിൽ നിന്ന് കർത്താവ് രക്ഷപ്പെടുന്നില്ല, വിജയശ്രീലാളിതനായി. മൂന്നാമത് പിന്നെയും പോവുക. ഈ പിശാചിന് 2 അർത്ഥമുണ്ട് കേട്ടോ. ബെൽസെബൂബ് എന്നും ബെൽസെബൂൽ എന്നും. ബെൽസെബൂബ് എന്ന് പറഞ്ഞാൽ ഈച്ചകളുടെ രാജാവാണെന്നാണ് പറയുന്നത്. ഈച്ചകളുടെ രാജാവിൻ്റെ മെച്ചമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഞാൻ കുർബാനയിൽ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വിശദമായി എന്തൊരു കാര്യം ചെയ്യാൻ 2 കയ്യിലും എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഒരു ഈച്ച ഇവിടെ വന്നിരുന്നാൽ എന്തു ചെയ്യും? ഇവിടെ ഞാൻ ഈച്ചയെ കണ്ടില്ല. നമ്മുടെ നാട്ടിൽ ഈച്ച സമൃദ്ധമായിട്ടുണ്ട്. ഇവിടെ വന്ന് ഈച്ച നമ്മൾ ആട്ടിവിട്ടാൽ അത് ഇവിടെ വന്നിരിക്കും, ഇവിടുന്ന് ആട്ടിവിട്ടാൽ ഇവിടെ വന്നിരിക്കും. ഈ 2 കൈയും സ്വാതന്ത്ര്യമില്ലെങ്കിലോ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ പിശാച് ബെൽസെബൂബിൻ്റെ ജോലി സ്വസ്ഥത നശിപ്പിക്കുക എന്നതാണ്, സമാധാനം കെടുത്തുക എന്നതാണ്. ഈച്ച വല്ലതും ചെയ്യുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നതല്ലേ ഉള്ളൂ. അതിന് എത്ര പരാക്രമം കാണിക്കാൻ എന്തെന്ന് നമുക്ക് തോന്നിപ്പോകും. ഈച്ചകളുടെ സ്വഭാവം, ഈച്ചകളുടെ രാജാവ് എന്ന് പറയുമ്പോൾ അവൻ സ്വസ്ഥത കെടുത്തുന്നവനാണ്. വീണ്ടും കർത്താവിനെ മൂന്നാമതും അവനെ പരിശോധിക്കുകയാണ്, കർത്താവിനെ പരിശീലിക്കുകയാണ്. ലോകത്തിനുള്ള സർവ്വതും കാണിച്ചു വെച്ച് പറയുന്നുണ്ട്, ഇതെല്ലാം നിനക്ക് തരാം, ഒന്ന് വന്നിച്ചാൽ മതി. നമുക്കാണെങ്കിൽ ചിലപ്പോൾ ഒക്കെ തോന്നില്ലേ, നമുക്ക് ചില സ്ഥാനം, മഹിമ, ചില അവാർഡുകൾ, ചില നേട്ടങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആരോടെയും കൂട്ടുകൂടും. എല്ലാവരുടെയും കാര്യമല്ല, നമ്മൾ പലരും ആ കൂട്ടുകൂടിക്കഴിഞ്ഞ് പിന്നെ പോയി കുഴിയിൽ വീഴുന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. ഇവിടെ കർത്താവ് അതിനെയും അതിജീവിക്കുന്നതായിട്ട് കാണുന്നു. കർത്താവ് അവിടെയും വിജയപ്രദമായി തന്നെ അവന് പറയുന്നത് എന്താ? നീ നിൻ്റെ കർത്താവിനെ മാത്രമേ വന്ദിക്കാവുന്നു, എഴുതിയിരിക്കുന്നത് നീ വായിച്ചിട്ടില്ല എന്ന് അവന് ചോദിച്ച് അവന് ഓടിക്കുക.
എന്നിട്ട് അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത് എന്താ അറിയാമോ? ലൂക്കോസ് അവിടെ പറയുന്നുണ്ട്, അവൻ പരീക്ഷകൾ തെളിയിച്ച ശേഷം കുറേ കാലത്തേക്ക് അവന് വിട്ടുമാറി. പിന്നെ കർത്താവിനെ പരീക്ഷിക്കാൻ ചെന്നിരുന്നു പല കാര്യങ്ങളിൽ നിന്ന്. പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താവ് വിജയിച്ചു. ആദ്യത്തെ ആദാം പാപത്തിൽ വീണുപോയെങ്കിൽ രണ്ടാമത്തെ ആദാം ദൈവത്തിന് അനുസരണമായി ജീവിച്ച് അവൻ്റെ ആ ശക്തി, കർത്താവിൻ്റെ പുത്രൻ തമ്പുരാൻ്റെ ശക്തിയോടെ അതിനെല്ലാം കടന്ന് ജീവിച്ചായിട്ട് നാം കാണുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ പ്രവർത്തനം ഈ 3 പരീക്ഷകളും ഉണ്ടാവുന്നതാണ്. ഈ 3 പരീക്ഷകളെയും ഞാനും നിങ്ങളും എങ്ങനെ വിജയിക്കുന്നു എന്നതാണ് ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനമായ സംഗതി. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ദൈവം തമ്പുരാൻ തൻ്റെ അദൃശ്യമായ വലതുകരം നീട്ടി എന്നെയും നിങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. യുവാനിയോസ് തിരുമേനയുടെ ഓർമ്മ ദിവസമാണ്.